ഹലോ ഹായ് നമസ്കാരം. ഇന്ന് നമുക്കൊരു ടബ് കേക്ക് ഉണ്ടാക്കാം. നമുക്കൊരു കേക്ക് സ്ലൈസ് ചെയ്തത് നമുക്ക് ഈ ടബിനകത്തേക്ക് വെച്ച് കൊടുക്കാം. മാംഗോ പ്യൂരിയും ഷുഗർ സിറപ്പും ചേർന്നുള്ള മിക്സർ കൊണ്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാംഗോയുടെ ടേസ്റ്റൊക്കെ ഒന്ന് കയറി വരാൻ വേണ്ടി കേട്ടോ, നല്ല ടേസ്റ്റാണ് ഈ മാംഗോ പ്യൂരി കൊണ്ട് വെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിൻ്റെ സൈഡിൽ ഒരു ബോർഡർ കൊടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് മാംഗോ പ്യൂരി ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ആ മാംഗോ പ്യൂരി നന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് അതിൻ്റെ എല്ലാ വശത്തും നന്നായിട്ട് വരത്തക്ക വിധത്തിൽ നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീമും ഈ മാംഗോ പ്യൂരിയും കൂടെ നല്ല ചേർന്ന് സെറ്റാകും. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പ് സർഫസ് ഒന്ന് ലെവലാക്കാം. കാരണം നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ പോർഷനാണല്ലോ വിപ്പിംഗ് ക്രീം ഇട്ടേക്കുന്നത്. അതെല്ലാ ഭാഗത്തും കൂടെ ഒന്ന് ചേർന്ന് വരാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ് കേട്ടോ. വലിയ എക്സ്പെൻസ് ഒന്നും ആകാത്ത നോർമലായൊരു കേക്ക്. ഇതിൻ്റെ മുകളിൽ നമ്മളൊരു ഫില്ലിങ് കൊടുക്കുന്നു. സാധാരണ ഞാൻ മാംഗോയുടെ കൂടെ കൊടുക്കുന്ന ഡ്രൈ ഫ്രൂട്ട് എന്ന് പറയുന്നത് പിസ്തയാണ്. പിസ്ത ചെറിയ പീസായി കട്ട് ചെയ്തതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു അല്പം കൂടി റിച്ച്നെസ് ഉണ്ടാവാൻ വേണ്ടി കുറച്ചും കൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് വൈറ്റ് കളറിലെ ചോക്കോ ചിപ്സ്. അപ്പോൾ അല്പം കൂടെ ഒരു മധുരത്തിന് വേണ്ടിയാണ്. ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞാനിത് ഉണ്ടാക്കിയത്. പിള്ളേർക്കാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റൊക്കെ ഇഷ്ടമല്ലേ, മധുരമൊക്കെ. അതിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇട്ടേക്കുന്ന ഫില്ലിങ്സ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ ലെയർ വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിലൂടെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു തിൻ ലെയർ മതി. വിപ്പിംഗ് ക്രീം എപ്പോഴും തിൻ ലെയറായിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഒരുപാട് തിക്നെസ് ഉള്ള വിപ്പിംഗ് ക്രീം കൊടുക്കുന്നതിനെക്കാട്ടിൽ എനിക്കിഷ്ടം അങ്ങനെ തിന്നായിട്ടുള്ള ലെയറിൽ വിപ്പിംഗ് ക്രീംസ് കൊടുക്കുന്നതാണ് എനിക്കിഷ്ടം. കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഇതിൻ്റെ സൈഡിലായിട്ട് ഫ്രഷ് ക്രീം കേക്ക് അല്ലേ, അപ്പോൾ ഫ്രഷ് ഫ്രൂട്ട് നമുക്കൊരു ശകലം കൂടെ ആഡ് ചെയ്യണം. അതിന് വേണ്ടി നമുക്കൊരു ഷെൽ നോസിൽ വെച്ച് അതിൻ്റെ സൈഡിൽ ഒരു ബോർഡർ പോലെ കൊടുക്കാം. എന്നാൽ അപ്പോൾ ഒരു ഡിസൈനായിട്ടൊന്ന് ലുക്ക് വരികയും ചെയ്യും. അപ്പോൾ ബോർഡർ ലുക്ക് വരുന്നത് ഭംഗിയല്ലേ. അതും ഈ ടബ് കേക്കുകൾക്കൊക്കെ വേറെ എക്സ്ട്രാ ഡിസൈനൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെയൊന്ന് ഷെൽ നോസിൽ വെച്ചാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ചുകൂടെ മാംഗോ പ്യൂരി ഇട്ട് കൊടുക്കാം. ഇതിൽ ശരിക്കും പ്രധാന കണ്ടന്റ് ഈ മാംഗോ പ്യൂരി കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പോൾ നമുക്ക് ആ മാംഗോ പ്യൂരി എല്ലാ ഭാഗത്തും ആകത്തക്ക വിധത്തിലൊന്ന് ചെറുതായിട്ടൊന്ന് സൂക്ഷിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും അത് ഒരുപോലെ ഇരിക്കട്ടെ. കഴിഞ്ഞു കേട്ടോ. ഇനിയൊന്നുമില്ല. ഇനി നമ്മൾ വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം ഇനി ചെയ്യാനുള്ള കാര്യം നമുക്ക് ഒരു അല്പം ഫ്രഷ് മാംഗോ ഇതിലേക്ക് ഇടാം. കാരണം ഒന്നും കൂടെ ഒരു ടേസ്റ്റ് അല്ലേ. മാമ്പഴക്കാലമൊക്കെ കഴിയാറായില്ലേ. നമ്മുടെ മാവിൽ ഒരു മാങ്ങ പറിച്ചുകൊണ്ട് വന്ന് അതൊന്ന് ചെത്തി തീരെ കുഞ്ഞു കുഞ്ഞി കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് കാണാനൊരു ഭംഗിയാണ്. നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കഴിക്കുമ്പോഴും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളതിനെ അങ്ങനെ അങ്ങ് സെറ്റ് ചെയ്തു. കുറച്ചേ ഉള്ളൂ കേട്ടോ, ഒരു ഫുൾ മാംഗോ ഒന്നും ഇടത്തില്ല കേട്ടോ. ഇതൊരു കുഞ്ഞു കേക്കാണ്. അതിലേക്ക് പറ്റുന്ന പോലെ 1-2 പീസ് കട്ട് ചെയ്തിട്ട് അത് ചെറുതായി മുറിച്ച് എൻ്റെ മേലിട്ട് കൊടുക്കും. അത്രയേ ഉള്ളൂ. കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക് യു.